ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തലയിൽ തേക്കുന്ന ഒരു എണ്ണ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് തേക്കുന്ന എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുക. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കേശവർദ്ധിനിയാണിത്. കേശവർദ്ധിനീൻ്റെ കുറച്ച് പൂവോട് കൂടിയായിട്ടോ അല്ലെങ്കിൽ വെറും ഇല മാത്രമായിട്ടോ കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. ശേഷം നമുക്ക് കറ്റാർ വാഴയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് ഞാൻ ടെറസിൽ തന്നെ വളർത്തിയിട്ടുള്ളതാണ് കറ്റാർ വാഴയൊക്കെ, കേശവർദ്ധിനിയെല്ലാം. അപ്പോൾ അതിൽ നിന്ന് ഒരു കേശവർദ്ധിനി കറ്റാർ വാഴ എടുക്കാം. ഇതെൻ്റെ ടെറസിലുള്ള ചെറിയൊരു ഗാർഡനാണ്, ബോഗൻവില്ലയുടെയൊക്കെ. ഒത്തിരിയൊന്നുമില്ല, ചെറുതായിട്ട് കേട്ടോ. ഇനി പൂവെല്ലാം പിടിച്ച് വരണം, അത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് കഞ്ഞുണ്ണി എന്താ പറയുന്നത്, അതിന് വേറെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. കഞ്ഞുണ്ണി അത് കുറച്ച്, അതും ഞാൻ വീട്ടിൽ ചെടിച്ചട്ടിയിൽ വളർത്തിയെടുത്തതാണ്. അത് കുറച്ച് എടുക്കാം. അതിന് ശേഷം കുറച്ച് ചെമ്പരത്തിപ്പൂവ് എടുക്കാം. ചെമ്പരത്തിപ്പൂവ് എടുത്തതിന് ശേഷം 2 തുളസി ഇലയും കൂടി ഇടാം അതിനകത്ത്. ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. കുറച്ച് മതി, തുളസി ഇലയൊക്കെ കുറച്ച് മതി, ഒത്തിരിയൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ കൂടെ കഞ്ഞിക്കൂർക്കയുടെ ഇലയോ ഗ്രാമ്പൂ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിങ്ങനെ തന്നെ ഓയിലിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ കറ്റാർ വാഴ അതിൻ്റെ ജെല്ലെടുത്ത് വെച്ചതാണേ. ഇതെല്ലാം കറ്റാർ വാഴയുടെ ജെല്ലിനകത്ത് ബാക്കിയെല്ലാം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം മിക്സിക്കകത്ത്. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്താൽ അത്രയും നല്ലത്. ഇത് വെറും അങ്ങനെ തന്നെ നമ്മൾ ചിലരെല്ലാം അങ്ങനെ തന്നെ ഇടുന്നത് കാണാം, ചെമ്പരത്തി പൂവും അത് ഇതെല്ലാം. പക്ഷേ അന്നേരം എണ്ണ ഒത്തിരി കുടിക്കും. അതുകൊണ്ടാണ് ഞാനിത് അരച്ചിട്ട് ചേർക്കുന്നത്. അരിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഞാൻ അങ്ങനെ തന്നെ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്രയും എടുക്കാം കേട്ടോ. ഇതിലേക്ക് കരിഞ്ജീരകം, ഉലുവ, നെല്ലിക്കാപ്പൊടി, ഇതെല്ലാം വീട്ടിലുള്ള സാധനമാണ്. നെല്ലിക്ക ഞാൻ വർഷത്തിൽ പൊടിച്ച് വെക്കുന്നതാണ്, വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ്. ഇതെല്ലാം അതിനകത്ത് ചേർത്ത് അതിന് ശേഷം നമുക്ക് അരച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞൊന്നും പോവരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കുക. ഒരു നല്ല ചുവപ്പ് കളറായി വരുന്ന സമയത്ത് തന്നെ ഇതെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒത്തിരി മൂപ്പ് കൂടിയാലും വെളിച്ചെണ്ണ നമ്മളെ തലയ്ക്ക് നല്ലതല്ല, തേക്കുന്നത് മുടി കൊഴിച്ചിലൊക്കെ വരും. അപ്പോൾ ആ മൂപ്പ് പാകമായി എടുക്കണം. കണ്ടോ, ഇതതിൻ്റെ ചുവന്ന കളറായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്താ നിങ്ങൾ ചേർക്കുന്നതെന്ന് അറിയില്ല, അത് വേണ്ടതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ഇത്രയും മാത്രമാണ് എൻ്റെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. ഇത്രയും മാത്രം ചേർത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ മുടി കറുക്കാനും മുടി വളരാനും മുടി കൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ്. പിന്നെ കഞ്ഞിക്കൂർക്ക ഞാനിപ്പോൾ ഇതിലിട്ടത് കാണിച്ചിട്ടില്ല, പക്ഷേ കഞ്ഞിക്കൂർക്കയും ഈ കൂട്ടത്തിൽ ഇട്ടിട്ട് അരച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിനകത്ത് കിടന്ന് തന്നെ ഒന്നുകൂടി ഇത് മൂപ്പായി വരും. അതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം അരിച്ചൊരു കുപ്പിയിലേക്ക് അരിച്ചിട്ടാക്കണമെന്നുമില്ല, അങ്ങനെ തന്നെ ഒഴിച്ച് വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് അങ്ങനെ തന്നെ ഒഴിച്ച് വെച്ചതാണ്. ഇതാണ് എൻ്റെ എണ്ണ, ഞാൻ കാച്ചിയ എണ്ണയാണിത്. തണുത്തതിന് ശേഷം ഞാൻ കുപ്പിയിലാക്കി വെച്ചതാണ്. അതിൻ്റെ സത്തൊക്കെ അതിനകത്ത് തന്നെ കിടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ തന്നെ വെച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ അമ്മയായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാറ്. ഇപ്പോൾ ഞാനിങ്ങനെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട്